ജനലക്ഷങ്ങളുടെ കണ്ണീരിന്റെ വിലയറിഞ്ഞ മഹാനായ നേതാവ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ആ ഭവനത്തിൽ കൂടി നിൽക്കുകയാണ്. രാവിലെ 10 മണിയോടെ ഈ ഭവനത്തിൽ എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ജനങ്ങളുടെ ബാഹുല്യം നിമിത്തം ഇവിടോട്ട് എത്താൻ കഴിയുന്നില്ല. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ 4 മണിക്കും സംസ്കാരം നടത്തുവാൻ പറ്റുമോ എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഈ ഭവനത്തിൽ താൻ ഉണ്ടായിരുന്നപ്പോൾ ആയിരങ്ങൾ തങ്ങളുടെ വിഷയങ്ങൾ പറയുവാനും സംസാരിക്കുവാനും പരിഹാരം കാണാനൊക്കെ എത്തുമായിരുന്നു. എന്നാൽ ഇനിയും ഈ വീട് ഉറങ്ങിപ്പോവുകയാണ്. ആലപ്പുഴയുടെ സമരാങ്കണത്തിൽ VS എടുത്തിട്ടുള്ള ആ പങ്ക് ആലോചിക്കുമ്പോൾ ആലപ്പുഴക്കാർക്ക് ഒരിക്കലും VSനെ മറക്കാൻ കഴിയത്തില്ല. ഈ ഭവനത്തിനെയും മറക്കാൻ കഴിയുകയില്ല. ആലപ്പുഴക്കാർക്ക് ഒരു ജനകീയ നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ സ്വന്തം അച്ഛനെ പോലെ കണ്ടിരുന്ന പലരുമുണ്ട് ഇവിടെ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു നേതാവ്. കർഷകരോടും മറ്റുള്ള എല്ലാവരോടും സ്നേഹമായി പെരുമാറിയിരുന്ന ഒരു നേതാവ്. രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ സംഘങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ഒരു നേതാവ്. ഇനി ഈ വീട് ഉറങ്ങിപ്പോവുകയാണ്. ഹലോ വേൾഡ് ക്യാമറാമാൻ സഞ്ജയനോടൊപ്പം റിപ്പോർട്ടർ ബാബു സേനൻ.